ലൈവ് ബഹ്റൈൻ്റെ പാട്ടും വർത്തമാനവും എന്നുള്ള സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പാട്ടില്ല, കുറച്ച് വർത്തമാനം മാത്രമാണ്. ബഹ്റൈനിൽ 1 വയസ്സും 7 മാസവും മാത്രം പ്രായമുള്ള കുട്ടിക്ക് ജീനിയസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ വേൾഡ് കിങ് ടോപ്പ് റെക്കോർഡ്സ് 2025 അവാർഡ്, ജീനിയസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നീ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ഒരു കുറ്റിപ്പുറം സ്വദേശി. അതെ, വലിയ നേട്ടങ്ങൾ കൈവരിച്ച കൊച്ചു സുന്ദരിയെ നമുക്ക് പറ്റിയിട്ടുണ്ട്. ഹസീം ഷബാന, എറിഷ് ലാരിൻ. ഈ പേര് എനിക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഈ പേരിൻ്റെ അർത്ഥം. ഞാൻ ഒരുപാട് തപ്പി എനിക്ക് കിട്ടിയില്ല ഈ പേര്. ഫ്രഞ്ച് നെയിമാണ്, ശരിക്കും ഫ്രഞ്ച് നെയിമാണ്. അതിൽ ലാരിൻ എന്ന് പറഞ്ഞാൽ ക്വീൻ എന്നാണ് അർത്ഥം. പിന്നെ എറിഷ് എന്ന് പറഞ്ഞാൽ സന്തോഷം, ചെറിഷ് എന്നൊക്കെ പറഞ്ഞ പോലെ സന്തോഷവതിയായ ഒരു രാജ്ഞി. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അതാണ് എറിഷ് ലാരിൻ. നല്ല പേര്. ഞാൻ വേറെ എവിടെ അങ്ങനെ കണ്ടില്ല, അതാണ് ആദ്യം ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം. പേര്. എവിടെ വർക്ക് ചെയ്യണേ? ഞങ്ങൾ ഇവിടെ ഫാർമസിയിലാണ്, ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. രണ്ടുപേരും രണ്ടാൾ വർക്കിന് പോകുന്നത്. അപ്പൊ മോള് ഞങ്ങൾ രണ്ട് ഷിഫ്റ്റ് എടുത്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരേ കമ്പനിയാണ്? ഒരേ കമ്പനിയാണ്. അപ്പൊ രണ്ട് ഷിഫ്റ്റ്. മോർണിംഗ് ഷിഫ്റ്റ് പോകും, ഹസ്ബൻഡ് ഈവനിംഗ് ഷിഫ്റ്റ്. മോള് ഇത്ര വലിയ നേട്ടങ്ങൾ കൈവരിച്ചപ്പോ നിങ്ങൾക്ക് ഉണ്ടായ ഫീൽ എന്താ? സന്തോഷം. തീർച്ചയായിട്ടും എക്സൈറ്റ്മെന്റ്, ഒരുപാട് പ്രതീക്ഷിക്കാതെ കിട്ടിയ. എങ്ങനെയാണ് ഈ നേട്ടങ്ങളിലേക്ക് എത്തിപ്പെട്ടത്? അത് ഞങ്ങള് നോട്ടീസ് ചെയ്തത്, ഇത് അവളങ്ങനെ ഉപ്പ ഉമ്മക്ക് പകരം അവള് ഒബ്ജക്ട്സിന്റെ പേരാ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത്. ഇങ്ങനെ ഫസ്റ്റ് ആയിട്ട് അവള് പറഞ്ഞത് ആപ്പിൾ എന്നാണ്. അപ്പോ അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എല്ലാ കുട്ടികളും ഉപ്പ ഉമ്മ എന്നല്ലേ ആദ്യം പറയാ. ഇവളങ്ങനെ പറയാതാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ചിങ്ങനെ വലുതായപ്പോൾ പിന്നെ അവള് സംസാരമൊക്കെ ഇങ്ങനെ തുടങ്ങി. ഒരാഴ്ച നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തത്, ഇപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിനൊക്കെ പേര് ജസ്റ്റ് ചുമ്മാ നമ്മൾ ഈ ഒരാഴ്ച പറഞ്ഞാൽ നെക്സ്റ്റ് ഫ്രൈഡേ ഞങ്ങൾ പുറത്ത് പോകുമ്പോൾ അത് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാതെ തന്നെ അവൾ ഇങ്ങോട്ട് പറഞ്ഞു തരും, ഈ ആപ്പിൾ ഓറഞ്ച് എന്നൊക്കെ. അങ്ങനെയാണ് ഞങ്ങൾ ചെറുതായിട്ട് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഇപ്പൊ നമ്മൾ ഇത് വേൾഡ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കണം. സോ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യാനുള്ള ഒരു ഐഡിയ എങ്ങനെ വന്നത്? നമ്മളിങ്ങനെ ഓരോരോ കുട്ടികളെ വീഡിയോ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു തന്നെ നമ്മളും അയക്കുമ്പോ നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത്? ഒരിക്കലില്ല. കാരണം ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ വേറെ കുട്ടികളെ വീഡിയോസ് കാണാന്നല്ലാതെ ഞങ്ങളുടെ ഫാമിലിയിൽ ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, ഒരു ഇതും ഇല്ല. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അങ്ങനെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി അവൾക്ക്. എന്താ റിഷു ആരെ പഠിപ്പിച്ചു കുട്ടിക്ക്? ഇതെന്താ ആരെ പഠിപ്പിച്ചെന്ന്? മമ്മയാണ് പഠിപ്പിച്ചത്. ഫുൾ ക്രെഡിറ്റ് മമ്മക്കുള്ള. അതുപോലെ എന്തെല്ലാം സ്കില്ലാണ് കുട്ടിക്കുള്ളത്? അതായത് നമ്മൾ റെക്കോർഡ്സിലേക്കൊക്കെ അയക്കുമ്പോൾ നമുക്കൊരു ബേസിക് വെച്ചിട്ട് അയക്കാൻ പറ്റില്ല. ഒരു മൾട്ടിപ്പിൾ ടാലന്റഡ് ഉണ്ടെങ്കിലാണ് അവര് അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. എന്തൊക്കെ ടാലൻസ് ആണ് നിങ്ങളുടെ കുട്ടിയിൽ ഫൈൻഡ് ചെയ്തിട്ടുള്ളത്? അവര് ആദ്യം മിനിമം 8 ടാലൻസ് എങ്കിലും വേണം. ഈ IBR ഇന്ത്യൻ റെക്കോർഡിൽ പേര് വരണമെന്നുണ്ടെങ്കിൽ മിനിമം 8 ഡിഫറെന്റ് ടാലൻസ് ഉണ്ടെങ്കിൽ അവരെ ഇതാക്കുള്ളൂ. ഇവിടെ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഫ്ലാഗ് 25 കൺട്രീസിന്റെ ഫ്ലാഗ് പറയുള്ളൂ. പിന്നെ ABCD സെഗ്മെന്റ്, അതായത് A ഫോർ ആപ്പിൾ, അങ്ങനെ A എന്ന് പറഞ്ഞാൽ അതിന്റെ സെഗ്മെന്റ് ആയിട്ട് ആപ്പിൾ, അങ്ങനെ Z വരെ അവൾ എല്ലാ ഇതും പറയും, A to Z. പിന്നെ 1 to 10 പറയും, പിന്നെ 9 ഷേപ്സ് പറയും, പിന്നെ 22 ബോഡി പാർട്സ് പറയും. പിന്നെ അവൾക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും. അത്യാവശ്യം അവൾ നന്നായിട്ട് ഇംഗ്ലീഷിന് റിയാക്ട് ചെയ്യും. അപ്പോൾ എല്ലാ ആക്ടിവിറ്റീസും അവൾക്ക് 2 ലാംഗ്വേജിലും അറിയാം, ഇംഗ്ലീഷും അറിയാം, മലയാളവും അറിയാം. പിന്നെ 10 ഫ്രൂട്ട്സ് പറയും, 10 വെജിറ്റബിൾസ് പറയും, 25 ആനിമൽസ് പറയും. അങ്ങനെ അത്യാവശ്യം എല്ലാം പറയും.
ഇതില് ശരിക്കും നമ്മളെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടിക്ക് വയസ്സ് 1 വയസ്സും 7 മാസവും മാത്രമേ പ്രായമുള്ളൂ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ എന്താ പറയണ്ടേ, നിങ്ങളുടെ പാരൻസിൻ്റെ ഒരു ബിഗ് അപ്രിസിയേഷൻ ഉണ്ട്. കാരണം കുട്ടിയുടെ സ്കില്ല് കണ്ടെത്തി അതിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് ഒരു റെക്കോർഡ്സ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പോലത്തെ വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ വരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ രണ്ടുപേരുടെയും ടാലൻ്റാണ്. നിങ്ങൾക്ക് ഇതിന് ഫാമിലിയിൽ നിന്ന് എക്സ്ട്രാ സപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും? അതായത് ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി എല്ലാവരും നാട്ടിലല്ലേ, ഞങ്ങൾ രണ്ടുപേരെ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ രണ്ടാളും തന്നെ, അപ്പോൾ നിങ്ങൾ രണ്ടാളും ജോബാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം കുട്ടിയുടെ കൂടെ രണ്ടാളും ഒരുമിച്ച് പോലും ഉണ്ടാവില്ല. പിന്നെ എന്നിട്ട് പോലും ഒരു നേട്ടം കൈവരിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റഡ്. പിന്നെ അതുപോലെ തന്നെ ഇത് സ്കില്ല് കൂടുതൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യാറുള്ളത്? മെയിനായിട്ട് ഞങ്ങൾ മൊബൈൽ അങ്ങനെ കൊടുക്കാറില്ല അവൾക്ക്. അതന്നെ ഒരു മെയിൻ കാര്യമാണ്. അവൾക്ക് അധികം ഇഷ്ടം പേപ്പർ, പെന്ന്, പിന്നെ ഇങ്ങനെ കളേഴ്സ്, അങ്ങനെ അവൾ അങ്ങനത്തെ ഒരു വൈബാണ് ആള്. പിന്നെ ഈ മൊബൈൽ തന്നെ ഞങ്ങൾ ഒട്ടും കൊടുക്കില്ല എന്നല്ല, കുറച്ച് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് അവളെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കുറച്ചും കൂടി നമ്മളെ ആക്സെന്റ് അല്ലാതെ കുറച്ചുകൂടി ഒരു ബ്രിട്ടീഷ് ആക്സെന്റ് വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മൊബൈൽ കൊടുക്കാറുണ്ട്. കുറച്ച് സമയം കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ കൂടെ ഇരിക്കും. ആരെങ്കിലും ഒരാള് കൂടെ ഇരുന്നിട്ട് അവർക്ക് അത് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ എന്താണ് പ്ലാൻ? കുട്ടീനെ നമുക്ക് ഏകദേശം ഒരാളെ സ്കില്ല് വെച്ചിട്ട് ഒരു കുട്ടീനെ എങ്ങനെ ആക്കണം എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഡ്രീമോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡ്രീം ഉണ്ടോ? അങ്ങനെ വലിയ ഡ്രീം അല്ല, അവളെ സ്കിൽസ് എന്താണോ ഇനിയും വലുതാവുമ്പോ ഇതിൽ എന്തൊക്കെ സ്കിൽസ് അവള് കാണിക്കണോ അതിന് കൂടുതൽ സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. Rishu, which flag is this? India. Which flag is this? Korea. Wow. Ino, which flag is this? Brazil. Which is this? UAE. Which is this? Australia. Which is this? US. Which is this? Pakistan. And which is this, baby? Saudi Arabia. Which is this? Which is this, baby? Bahrain. Which is this? Shit. Which is this? Egypt. Which is this? China. Which is this? Okay. Which is this? Canada. Which is this? Greece. Which is this? Philippines. Which is this? Italy. Which is this? Oman. Which is this? Morocco. Which is this? Switzerland. Okay. Which is this? Which is this? Nepal. Okay. Which is this? Germany. Okay. Which is this? Saudi. Which is this? Spain. Good girl. Good girl. Wow, very good. And then the ma? Apple. Which is this? Grape. Which is this? Banana. Which is this? Pear. Which is this? Blueberry. Which is this? Kiwi. Which is this? Strawberry. Which is this? Orange. Which is this? Cucumber. Which is this? Papaya. Which is this? Mango. Which is this? Avocado. Good girl. Which is this, baby? Carrot. Which is this? Good girl, good girl. Good Okay. girl. Good girl, Which is good girl. this? Tomato. Which is this? Corn. Which is this? Onion. Which is this? Potato. Which is this? Chili. Which is this? Chili chili spicy. spicy. Chili spicy. Okay. Which is this? Pumpkin. Which is this? Lemon. Which is which is this? Garlic. Which is this? Broccoli. Which is this? Brinjal. Good Wow. girl. Your eyes. Where is your nose? Where is your mouth? Where is your tongue? Where is your ear?
Where is your cheeks? Where is your head? Where is your tummy? Okay. Where is your hand? Where is your underarm? Where is your leg? Okay. Where is your nails? Okay. Where is your lips? Where is your teeth? Okay. Where is your finger? Where is your knee? Okay. Where is your hair? Okay. Where is your bump? Okay. Which shape is this? Which shape is this? Square. Which is this? Which is triangle? Which is this? Circle. Which is this? Which is this, baby? Oval. Which is this? Hexagon. Which is this? Here, baby. Which is this? Heart. Which is this? Star. Which is this? Diamond. Which is this? മൊബൈലും ഇന്റർനെറ്റുമെല്ലാം വാഴുന്ന ഈ കാലഘട്ടത്തിൽ വലിയ നേട്ടങ്ങളിലേക്ക് നടന്നെടുത്ത ഈ കുഞ്ഞുമോൾ ഒരുപാട് നേട്ടങ്ങൾ വീണ്ടും കൈവരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ബൈ ബൈ.